നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള ഒരു രാത്രി പുലർന്നിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിക്കുമ്പോൾ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ആഹ്ലാദത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ അതിലേക്കുള്ള പ്രതീക്ഷയുടെ പുതിയ വെളിച്ചം കിട്ടിയ UDFൻ്റെ ഒരു സാഹചര്യം. മറ്റൊന്ന്, BJPക്ക് തിരുവനന്തപുരം പോലെ തലസ്ഥാന കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ പറ്റിയ BJPയുടെ സാഹചര്യം. ഏറ്റവും പ്രധാനം, ഇന്ന് ഭരണത്തിലിരിക്കുന്ന LDF സർക്കാരിനേറ്റ ഒരു വലിയ തിരിച്ചടിയാണ്. ആ തിരിച്ചടിയെ അവർ എങ്ങനെയാണ് കാണുന്നത് എന്നത് സംബന്ധിച്ച ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം ഊഴം പ്രതീക്ഷിച്ച് മുന്നോട്ട് വന്ന, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വലിയ തിരിച്ചടിയായപ്പോൾ ഒന്നും മങ്ങലേറ്റ മൂന്നാം ഊഴത്തിന് വീണ്ടും ജീവൻ വെച്ചതായിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനെയും തിരിച്ചടി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സാഹചര്യം ഉണ്ടായോ? ഇനി വീണ്ടും തിരിച്ച് വരാനുള്ള പ്രതീക്ഷ നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള കാലയളവ് എത്രയാണ് എന്നൊക്കെയുള്ള ചർച്ച ഒരു ഭാഗത്ത് മൂന്നാമതായി നടക്കുന്നു. ഈ സാഹചര്യത്തിൽ 5 കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കിയ ആഹ്ലാദവും നിരാശയും പൊട്ടിത്തെറികളും ഒക്കെ അടങ്ങിയ 5 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തേത് LDFൻ്റെ നിരാശയുമായി ബന്ധപ്പെട്ടാണ്. അത്തരത്തിലുള്ള നിരാശയിലേക്ക് ആഴ്ന്നു പോകേണ്ട സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. CPIMൻ്റെ വിലയിരുത്തലനുസരിച്ച് അങ്ങനെയില്ല. ഒരുപക്ഷെ CPIMൻ്റെ മുഖപത്രം ദേശാഭിമാനി ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത് തിരുത്തും മുന്നേറും എന്ന അവരുടെ ലീഡ് തലക്കെട്ട് തന്നെ ശ്രദ്ധേയമാണ്. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും മുന്നേറും എന്നുള്ള സൂചന ആ തലക്കെട്ടിലുണ്ട്. LDFൻ്റെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയും അടക്കം പരിശോധിക്കും എന്ന് പറഞ്ഞത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഈ സാഹചര്യം പ്രധാനമാണ്. CPIM അതിൻ്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനകളും തിരുത്തലുകളും ഒക്കെ വരുത്തുമായിരിക്കാം ഈ തിരിച്ചറിവിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിന്. പ്രധാന വിമർശനം ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകളുമായിട്ടുള്ള ചങ്ങാത്തത്തിൻ്റെ പേരിലാണ്. ഒപ്പം PM ശ്രീ അടക്കമുള്ള വിവാദ പദ്ധതികളിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനാണെങ്കിൽ പോലും അതിൽ ഉൾപ്പെടുത്താനുള്ള വിവാദ സാഹചര്യം സൃഷ്ടിച്ച കാര്യമാണ്. അങ്ങനെ പലവിധ പോലീസിലെ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള കാര്യങ്ങൾ. അതിനപ്പുറത്ത് ഭരണപരമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴും അസാധാരണമായ നിലയിലുള്ള പ്രകടനം അഡ്മിനിസ്ട്രേഷൻ ലെവലിലും ഭരണപരമായ കാര്യങ്ങളിലും പ്രകടിപ്പിക്കുമ്പോഴും പുറത്ത് കാണിക്കുമ്പോഴും ഇത്തരത്തിലുള്ള വീഴ്ചകൾ പാർട്ടിയെ ബാധിക്കുന്നു. ജനങ്ങൾക്ക് 10 വർഷത്തെ മടുപ്പ്, സ്വാഭാവികമായ മടുപ്പിനെ മറികടക്കാവുന്ന തരത്തിലുള്ള പ്രകടനം മറ്റ് കാര്യങ്ങളിൽ കൂടി കാഴ്ചവെക്കേണ്ടതുണ്ട് എന്നുള്ളത്, അതായത് വൈകാരികമായ കാര്യങ്ങളിൽ, മതപരമായ കാര്യങ്ങളിൽ ഒക്കെ ഉള്ള വർഗീയ ചിന്തകൾ വളർത്തുന്ന വിധത്തിലുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുവോ എന്നുള്ളതടക്കമുള്ള പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതാണ് ഒരു ഭാഗത്ത്. അതേസമയം വോട്ട് നിലവെച്ചുള്ള തിരിച്ചു വരാനുള്ള സാധ്യത എന്താണെന്ന് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട്. KT ജലീലിൻ്റെ ഒരു പ്രതികരണമാണ് ഞാൻ ആദ്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അദ്ദേഹം 2025-ലെയും 2010-ലെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം താരതമ്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് 2026-ലെ സൂര്യൻ ചുവക്കും, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തന്നെ വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് LDFന് പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല. വൈകാരിക വിഷയങ്ങൾ ഉയർത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനും വിഭാഗീകരിക്കാനും UDFന് ഒരു പരിധിവരെ സാധിച്ചു. എല്ലാ മതജാതി സമുദായ വിഭാഗങ്ങളിലെ ഇടതുപക്ഷ മനസ്സുള്ളവരും LDFൻ്റെ കൂടെ ഉറച്ചു നിന്നു. ഇടതുപക്ഷം ഇതിലും വലിയ പരാജയമാണ് 2010-ൽ VS സർക്കാരിൻ്റെ കാലത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയത്. തൊട്ടടുത്ത വർഷം 2011-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ 4 അയലത്ത് പോലും എത്താൻ UDFന് കഴിഞ്ഞില്ല. കേവലം 2 സീറ്റുകളുടെ വ്യത്യാസമേ LDFും UDFും തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വീണ്ടും ചുവക്കും. ഇടതുപക്ഷ പ്രവർത്തകർ സധൈര്യം മുന്നോട്ട് പോവുക. 2026 നമ്മുടേതാണ്. ചുവപ്പിൻ്റെ മൂന്നാം ഊഴത്തിന് ജാഗ്രതയോടെ പ്രവർത്തിക്കുക. ഇടതുപക്ഷ മുന്നണിയെ പിന്തുണച്ച എല്ലാ വോട്ടർമാർക്കും അഭിനന്ദനങ്ങൾ. 2010-ലെയും 2025-ലെയും UDFൻ്റെ നേട്ടം താരതമ്യം ചെയ്യുകയാണ്. അതായത് 2026-ൽ LDF വരും, അന്ന് 2011-ൽ UDFന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിനനുസരിച്ചിട്ടുള്ള മികവ് നിലനിർത്താൻ കഴിഞ്ഞില്ല. LDF തിരിച്ചു വന്നു എന്നുള്ളതിൻ്റെ സൂചന വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ താരതമ്യം. അതായത് അദ്ദേഹം പറയുന്നത് UDFൻ്റെ സീറ്റുകളാണ് താരതമ്യം ചെയ്യുന്നത്. 2010-ൽ UDF ഗ്രാമപഞ്ചായത്തിൽ 582 നേടി. ഗ്രാമപഞ്ചായത്തിൽ 2025-ൽ 504 മാത്രമാണ് നേടിയത്. 2010-ൽ ബ്ലോക്ക് പഞ്ചായത്തിൽ 92 സീറ്റ് UDF നേടി. എന്നാൽ 2025-ൽ 79 മാത്രമാണ് നേടിയത്. ജില്ലാ പഞ്ചായത്തിൽ
അന്ന് 8 സീറ്റ് നേടി, 8 ജില്ലാ പഞ്ചായത്തുകൾ നേടി. ഇത്തവണ 7 ജില്ലാ പഞ്ചായത്തുകളാണ് നേടിയത്. മുനിസിപ്പാലിറ്റി അന്ന് 40 മുനിസിപ്പാലിറ്റികൾ നേടി, ഇന്ന് 54 മുനിസിപ്പാലിറ്റി നേടി. അന്ന് കോർപ്പറേഷൻ 5 എണ്ണം സ്വന്തമാക്കി, ഇന്ന് 4 എണ്ണമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇതാണ് സാഹചര്യം. 6 എണ്ണത്തിൽ 4 എണ്ണം. ഒരു കോർപ്പറേഷൻ UDF കൂടാതെ BJPക്കും ഒരു കോർപ്പറേഷനും LDFന് ലഭിച്ചു. ഈ താരതമ്യത്തിൽ 2010 ഇത്രയും വലിയ നേട്ടത്തിൽ നിന്നാണ് UDF തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും ചെറിയ വിരലെണ്ണാവുന്ന സീറ്റുകളുടെ 4 സീറ്റുകൾ കൂടിയ നിലയിൽ മാത്രം നിയമസഭയിലേക്ക് വരുന്നത്. 2ആയി അത് നമുക്ക് വിലയിരുത്താവുന്നതാണ്. ഇങ്ങനെ വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പിൽ റിസൾട്ടിനെ, ജനങ്ങളെ അപഹസിക്കുന്ന നിലയിലുള്ള പ്രതികരണങ്ങളും ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇന്നലെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചൊരു പ്രതികരണമാണ് MM മണിയുടേത്. MM മണി ഗ്രാമഭാഷ ഉപയോഗിക്കുന്ന ആളാണ് എന്നൊക്കെയുള്ള ഇളവൊക്കെ നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിന് നൽകാറുണ്ടെങ്കിലും ചിലപ്പോൾ അതും നൽകാറില്ല എങ്കിൽ പോലും അദ്ദേഹം അതിനു മാത്രമുള്ള ഒരു സ്വീകാര്യത നേടിയെടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബലത്തിൽ അദ്ദേഹം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ അപഹസിക്കുന്ന നിലയിലുള്ള ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. അത് ജനങ്ങൾക്ക് നൽകിയ ക്ഷേമ പദ്ധതികൾ വഴിയും മറ്റും ജനങ്ങൾക്ക് നൽകിയ ആനുകൂല്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഒരു നീചമായ നിലയിലുള്ള രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ലാത്ത വിധമുള്ളൊരു സമീപനമാണ് MM മണി സ്വീകരിച്ചത്. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തിരുത്തും മുന്നേറും എന്ന ദേശാഭിമാനിയുടെയും LDFിൻ്റെയും നിലപാടിനെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് MM മണി നടത്തിയത് എന്നുള്ളത് കൂടിയാണ്. മണി പറഞ്ഞത് എന്താണ് എന്ന് ആ വാചകങ്ങൾ ഞാൻ പറയാം. MM മണിയുടെ ആ വാക്കുകളെ തോന്നിയാസം എന്ന് തന്നെ വിളിക്കേണ്ട തരത്തിലുള്ള പ്രയോഗമാണ്. പെൻഷനെല്ലാം വാങ്ങി ശാപ്പാട് കഴിച്ചു, എന്നിട്ട് LDFിനെതിരെ വോട്ട് ചെയ്തു. നൈമിഷികമായ വികാരത്തിനടിപ്പെട്ടാണ് വോട്ട് ചെയ്തത്. നന്ദികേടാണ് കാണിച്ചത്. റോഡ്, പാലം, ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ നടന്നിട്ടില്ല. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയോടെ ശാപ്പാട് കഴിച്ച് നമുക്കിട്ട് വെച്ചു എന്നാണ് തോന്നുന്നത്. നല്ല പോലെ പെൻഷൻ വാങ്ങി എതിരായി വോട്ട് ചെയ്തു. ഒരുമാതിരി പണിയായി പോയി, ഒരു മര്യാദ വേണ്ടേ എന്നാണ് MM മണി ചോദിക്കുന്നത്. MM മണി എങ്ങനെ തീരുമാനിച്ചു ഈ തരത്തിലുള്ള അവരവരുടെ ജനങ്ങളുടെ അർഹമായ ആനുകൂല്യങ്ങൾ നേടി തിരിച്ച് അവർ എങ്ങനെയാണ് പ്രതികരിച്ചത്, ആരൊക്കെയാണ് പ്രതികരിച്ചത് എന്നൊക്കെ MM മണി എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ വോട്ട് ചെയ്ത ആളുടെ മനസ്സ് വായിക്കാനുള്ള യന്ത്രമൊന്നുമില്ലല്ലോ. മാത്രമല്ല കേരളത്തിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ, സാമൂഹ്യ സാഹചര്യത്തിൽ അർഹമായ ആനുകൂല്യങ്ങൾ ഇങ്ങനെ ഔദാര്യം പോലെ വിളിച്ചു പറയുന്ന തരത്തിലുള്ള സമീപനമാണ് ഒരുപക്ഷെ LDFിനെ കുഴപ്പത്തിലാക്കുക. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിരുത്തും മുന്നേറും എന്ന LDFിൻ്റെയും CPMൻ്റെയും നയത്തെ വെള്ളത്തിലാക്കുന്ന ഒരു സമീപനമാണ്. ഇമാതിരി ജനവിരുദ്ധമായ സമീപനങ്ങൾ വിളിച്ചു പറയുന്നത് വീണ്ടും വീണ്ടും LDFിനെ കുഴപ്പത്തിലാക്കുകയുള്ളൂ. എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനനുസരിച്ചിട്ടുള്ള സമീപനം ജനങ്ങളോട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് എഫക്റ്റീവ് ആയിരിക്കില്ല. ഇമാതിരി മണിയാശാനെ പോലുള്ള ആളുകൾ ഇമാതിരി വർത്തമാനം പറഞ്ഞാൽ അത് ഒരു തരത്തിലും LDFിന് ഗുണകരവും ആയിരിക്കില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് തെരഞ്ഞെടുപ്പാനന്തരമുള്ള ചില ഡെവലപ്മെൻറ്റുകൾ. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ജോസ് കെ മാണി അടക്കമുള്ള LDFിലേക്ക് UDFിൽ നിന്ന് വിട്ടുപോകുന്ന കക്ഷികൾ തിരിച്ചു വിളിക്കാനുള്ള ആത്മവിശ്വാസം UDF നേതൃത്വത്തിനായി. മാത്രമല്ല അത് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് നേരിട്ട് തന്നെ രംഗത്തിറങ്ങി അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. വിട്ടുപോയവർ തിരുത്തി ചിന്തിക്കണം എന്നാണ്, ഇതാണ് മടക്കത്തിനുള്ള സമയം എന്നാണ് സണ്ണി ജോസഫ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജോസ് കെ മാണിക്ക് ഒരുപക്ഷെ അദ്ദേഹം തിരിച്ച് LDFിലേക്ക് എത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ വലിയ ആഘാതങ്ങളിൽ ഒന്നാണ് ഇത്തവണ നേരിട്ടിട്ടുള്ളത്. അവരുടെ പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ വലിയ തിരിച്ചടി നേരിട്ടു. ഒരുപക്ഷെ ജോസ് കെ മാണിയും കേരള കോൺഗ്രസും UDFിൽ ഉണ്ടായിരുന്ന കാലത്തേതുപോലെ തന്നെ ഒരു സാഹചര്യം UDFിൽ ഉണ്ടായി. ജോസ് കെ മാണിയും പാർട്ടിയും മാത്രം എതിർ പാളയത്തിലായി എന്നുള്ള ഒരു ഗുണകരമായ കാര്യം UDFിനെ സംബന്ധിച്ചുണ്ട്. എന്നാൽ ഇനി സംഘടനാപരമായി തിരിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ വേറെയുമുണ്ട്. അതുകൊണ്ട് ഏതു തരത്തിലായിരിക്കും സണ്ണി ജോസഫിൻ്റെ ഈ ആഹ്വാനം ആ പാർട്ടിയിൽ ആഭ്യന്തരമായി UDFിലും ബാക്കി ചർച്ചകളിലേക്ക് നയിക്കുക, അതിനനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ജോസ് കെ മാണിയെപ്പോലുള്ള കേരള കോൺഗ്രസിനെ പോലുള്ള വിട്ടുപോയ ആളുകളെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ UDFിന് നടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഉള്ള സാഹചര്യത്തിൽ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ശ്രദ്ധേയമായ പ്രതികരണങ്ങളിൽ ഒന്നായി ഉറ്റുനോക്കിയത് മനോരമയുടെ പ്രതികരണമാണ്. മനോരമ LDFിന് തിരിച്ചടി ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ അവരുടെ നിരന്തരമായ പ്രയത്നങ്ങളുടെ തുടർച്ചയായി UDFിൻ്റെ അനുകൂല സാഹചര്യത്തിൽ എടുക്കുന്ന നിലപാട് ശ്രദ്ധേയമാണ്. ഇന്ന് അവർ ആഘോഷപൂർവ്വം LDFിന് മേൽ താണ്ഡവ നൃത്തമാടുന്ന മുഖപ്രസംഗം, അതിലെ ചില പ്രധാന ഭാഗങ്ങൾ ഞാൻ വായിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF കൈവരിച്ച ആധികാരിക ജയം ചരിത്രപരം മാത്രമല്ല, ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ മുന്നണിക്കും കോൺഗ്രസിനും വലിയ തോതിൽ ആത്മവിശ്വാസം
ആത്മവിശ്വാസവും ആത്മവീര്യവും പകരുന്നതുമാണ്. അതേസമയം ഇടതുമുന്നണിയുടെ തോൽവിയാകട്ടെ ചോദിച്ചു വാങ്ങിയതാണ് എന്നതിൽ സംശയമില്ല. ധാർഷ്ട്യത്തിനും അഹന്തയ്ക്കും അസഹിഷ്ണുതയ്ക്കും സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമൊക്കെ മേലൊപ്പ് ചാർത്തിയ CPM-നും ഇടതുമുന്നണിക്കും നിശിതമായ മറുപടി നൽകാൻ കേരളം കാത്തിരിക്കുകയായിരുന്നു എന്ന് കരുതണം. തുടർഭരണത്തിൻ്റെ ബഹുമുഖ ആഘാതങ്ങളിൽ നാട് ക്ഷമയുടെ നെല്ലിപ്പലക താണ്ടി എന്ന് മനസ്സിലാക്കാത്തത് CPM മാത്രമായിരിക്കും. ശമ്പളവും പെൻഷനും പോലും തങ്ങൾ നൽകുന്ന ഔദാര്യമാണെന്ന് വരുത്തിത്തീർത്ത സർക്കാരിൻ്റെ അഹന്തയ്ക്ക് വോട്ടർമാർ നൽകിയ കൃത്യമായ ഉത്തരമാണ് ഈ ജനവിധി. ആശയതലത്തിലെങ്കിലും അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുത്തിരുന്ന പാർട്ടിയാണ് CPM. എന്നാൽ അമിതാധികാരം കേന്ദ്രീകരിച്ച് തോന്നിയപടി ഞങ്ങൾ ഭരിക്കുമെന്ന ഭീഷണി വിളംബരം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ജനം. ഒന്നാം പിണറായി സർക്കാരിനും ഭരണത്തുടർച്ച കിട്ടിയപ്പോൾ അഴിമതിയുടെയും പിൻവാതിൽ നിയമനങ്ങളുടെയും കെടുകാര്യസ്ഥതയുടെയും ഒക്കെ തുടർ ലൈസൻസായി അതിനെ തെറ്റിദ്ധരിക്കുകയായിരുന്നു ഇടതുമുന്നണി. ആരോപണങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് വരെ നീണ്ടപ്പോൾ പാർട്ടിക്കുള്ളിലെങ്കിലും അതേക്കുറിച്ച് വിശദീകരിക്കാൻ അദ്ദേഹം കൂട്ടിയാക്കിയില്ല. തുടങ്ങിയ അഴിമതിയെക്കുറിച്ചുള്ള ദീർഘമായ ലേഖനം, സർക്കാരിനെതിരായ ദീർഘമായ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി അവരുടെ ഇതുവരെയുള്ള വാർത്തകളുടെയും നിലപാടുകളുടെയും യുക്തിസഹമായ ഒരു സാഹചര്യം അവതരിപ്പിക്കാൻ പറ്റിയ സാഹചര്യമാണ് ഇതെന്ന് സമർത്ഥിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ വെച്ചുകൊണ്ട് അവർ മനോരമ വിശദീകരിക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് ഏറെ അകന്നതിൻ്റെ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലുള്ളത് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞെങ്കിലും ആ പാഠം ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് CPM-ന് മനസ്സിലാകുമോ എന്നതിലാണ് സംശയം. വലിയ വിജയം വലിയ ഉത്തരവാദിത്വം കൂടിയാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഫ്രീ ടിക്കറ്റിൽ നിന്നുമുള്ള അതേ രാഷ്ട്രീയ പാഠപുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത് കോൺഗ്രസിനും UDF-നും വായിക്കാൻ വേണ്ടി കൂടിയാണ് എന്നാണ് മനോരമയുടെ മുഖപ്രസംഗം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കഴിഞ്ഞ 10 വർഷമായി മനോരമയടക്കമുള്ള മാധ്യമങ്ങളുടെ സമീപനങ്ങളിൽ ഉണ്ടായ ഏറ്റവും സ്വീകാര്യമായ അവർക്ക് ആഹ്ലാദകരമായൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് വഴി ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു യാത്ര മനോരമയും ആരംഭിച്ചു എന്ന് വേണം ഈ മുഖപ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം ആ മട്ടിലുള്ള പലവിധ ചർച്ചകൾക്കാണ് ഇടവരുത്തിയിരിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം BJP-യുടെ മുന്നേറ്റമാണ്. BJP-യുടെ മുന്നേറ്റത്തെ വളരെ ആഘോഷപൂർവ്വം മനോരമയടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തിരുവനന്തപുരം പിടിച്ചെടുത്തു എന്നത് സംബന്ധിച്ച് BJP-ക്ക് വലിയ നേട്ടമാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവിന് ശേഷമുള്ള ഏറ്റവും വലിയ നേട്ടമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ മേയറുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. DGP R ശ്രീലേഖയായിരിക്കും മേയർ എന്ന് നേരത്തെ അനൗദ്യോഗികമായി BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രചരണങ്ങളിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ തവണ മേയറാവാൻ മത്സരിച്ച VV രാജേഷ് ഇത്തവണയും മത്സരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും അവിടെയുണ്ട്. അതുകൊണ്ട് VV രാജേഷ് മേയറായേക്കും എന്നുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ ഇപ്പോൾ കടന്നു വരുന്നുമുണ്ട്. എന്തായാലും BJP അന്തിമമായി തീരുമാനിച്ചിട്ടില്ല. VV രാജേഷിനാണ് സാധ്യത കൂടുതലായി കൽപ്പിക്കുന്നത്. ഈ സാഹചര്യം BJP-യെ സംബന്ധിച്ചും പ്രധാനമാണ്. സംസ്ഥാനത്ത് BJP-ക്ക് അത്രയധികം സ്വീകാര്യതയില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തലസ്ഥാന കോർപ്പറേഷൻ അവർ ഭരിക്കുന്നു എന്നുള്ള ശ്രദ്ധേയമായ കാര്യം BJP-യെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കാണിക്കാവുന്ന ഒരു കാര്യം ഇവിടെ സംഭവിക്കുകയാണ് എന്നുള്ളത് കൂടി പ്രധാനമാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇനിയും പല വിധത്തിൽ മാറിമറിയും. അതുകൊണ്ട് ഒന്നും അന്തിമമല്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യം. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികം മാസങ്ങൾ ഇല്ല. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി LDF-നെ സംബന്ധിച്ച് അത്യധ്വാനത്തിലുള്ള കാലമാണ്. ഒപ്പം UDF-നെ സംബന്ധിച്ച് അവരുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നേട്ടത്തിൻ്റെ ആത്മവിശ്വാസവുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. BJP-ക്ക് കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള തലസ്ഥാനം കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രയത്നത്തിനുള്ള സാഹചര്യമുണ്ട്. അതേസമയം തന്നെ BJP-യെ പോലുള്ള കക്ഷികൾ കേരളത്തിൽ ഈ മട്ടിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനോട് ജനാധിപത്യ സംവിധാനങ്ങൾ ജനാധിപത്യ ശക്തികൾ നിസ്സംഗമായി ഇങ്ങനെ കേവലമായ രാഷ്ട്രീയ മുന്നേറ്റം എന്ന മട്ടിലുള്ള നിർവചനങ്ങളിൽ ഒതുക്കിക്കൊണ്ടുള്ള സ്വീകാര്യതയാണോ നൽകേണ്ടത് എന്നുള്ള ഗൗരവതരമായ ചോദ്യം, അതിന് നേരിടേണ്ടതിൻ്റെ ഗൗരവത്തിലേക്ക് നമ്മൾ കടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ജനാധിപത്യവാദികൾ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. ആ ചർച്ചയിലേക്ക് കേരള മനസാക്ഷി രാഷ്ട്രീയ മനസാക്ഷി കടക്കുമെന്ന് തന്നെ കരുതാം. നന്ദി, നമസ്കാരം.